ബോറടി എന്ന് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. സമയം നീണ്ടുപോകുന്നത് പോലെ തോന്നുന്നു. ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആ വിചിത്രമായ അവസ്ഥ. മനുഷ്യർ നൂറ്റാണ്ടുകളായി ബോറടിക്കെതിരെ പോരാടിയിട്ടുണ്ട്. സൃഷ്ടിപരമായ ആശയങ്ങളിലൂടെ, വിനോദങ്ങളിലൂടെ, ചിലപ്പോൾ വെറും ശ്രദ്ധ തിരിച്ചു കളയുന്നതിലൂടെ. ഇന്നത്തെ കാലത്ത് ബോറടി ഒരു വ്യക്തിപരമായ പ്രശ്നം മാത്രമല്ല, അത് കോടികൾ വിലമതിക്കുന്ന ബിസിനസ് അവസരമാണ്. ഇന്ന് ബോറടിയെക്കുറിച്ചും ബോറടിയെ അകറ്റുന്ന ബിസിനസ് സംരംഭങ്ങളെ കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. മനഃശാസ്ത്രജ്ഞർ പറയുന്നത് ബോറടി 3 പ്രധാന കാരണങ്ങളാൽ ഉണ്ടാകുന്നു എന്നാണ്. 1, പുതുമയുടെ അഭാവം. 2, വെല്ലുവിളികളുടെ അഭാവം. 3, അർത്ഥത്തിന്റെ അഭാവം. തലച്ചോറിന് ഉത്തേജനം വേണമെങ്കിൽ അത് കിട്ടാത്തപ്പോൾ നമ്മൾ ആ അസ്വസ്ഥമായ അവസ്ഥയിലേക്ക് വഴുതി പോകുന്നു. കർഷകൻ വിളവെടുപ്പിനായി കാത്തിരിക്കുന്ന കാലത്തും ഇന്നത്തെ ഓഫീസ് ജോലിക്കാരൻ സ്പ്രെഡ്ഷീറ്റുകളിൽ നോക്കിയിരിക്കുന്നത് കാലത്തും മനുഷ്യ മനസ്സ് എപ്പോഴും ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുന്നതിനുള്ള വഴികൾ തേടുന്നു. പണ്ട് കാലത്ത് ബോറടി നീക്കാൻ ഗ്രാമങ്ങളിൽ ഉത്സവങ്ങൾ, കഥപറച്ചിൽ, കളികൾ എന്നിവ ഉണ്ടായിരിക്കുന്നു. പുരാതന റോമിൽ ഗ്ലാഡിയേറ്റർ പോരാട്ടങ്ങൾ, മധ്യകാല യൂറോപ്പിൽ മേളകളും കാർണിവലുകളും, കളിക്കാടുകൾ, പകിടകൾ പോലുള്ള ലളിതമായ കണ്ടുപിടുത്തങ്ങൾ പുരാതന ഇന്ത്യയിലും സമയം കളയാൻ രൂപകൽപ്പന ചെയ്യപ്പെട്ടവയാണ്. ഇവ വിനോദങ്ങൾ മാത്രമല്ല, സാമൂഹിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്ന സോഷ്യൽ ഗ്ലൂ കൂടിയായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ റേഡിയോ, സിനിമ, ടെലിവിഷൻ എന്നിവ ബോറിടം മാറ്റാനുള്ള ഉപകരണങ്ങളായി മാറി. എന്നാൽ യഥാർത്ഥ വിപ്ലവം നടന്നത് സ്മാർട്ട് ഫോണുകൾ വന്നതോടുകൂടിയാണ്. ഇന്ന് അമ്പലമുറ്റങ്ങളിലോ ഗ്രാമ കൂട്ടായ്മകളിലോ നടന്നിരുന്ന കഥ പറച്ചുകൾക്ക് പകരം നമ്മൾ സ്ക്രീനിലേക്ക് മാറിയിരിക്കുന്നു. ടിക്ടോക്ക് ഡാൻസുകൾ, ഇൻസ്റ്റാഗ്രാം റീലുകൾ, യൂട്യൂബ് ഷോട്ടുകൾ എന്നിവ പുതിയ കഥ പറയുന്ന വ്യക്തികളായി മാറിയിരിക്കുന്നു. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ വ്യത്യാസം ഇതാണ്: ഇന്ന് കഥ പറയുന്നവർ മനുഷ്യരല്ല, പക്ഷെ ആൽഗോരിതങ്ങളാണ്. ബോറടി ഇല്ലാതാക്കാൻ മുഴുവൻ സമയങ്ങളിലുമുള്ള വൻ വ്യവസായങ്ങൾ പല സമയങ്ങളിലായി വളർന്നു. ഇന്നത്തെ ചില ബിസിനസ്സുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ, എസ്കേപ്പ് റൂമുകൾ നമ്മുടെ പ്രശ്ന പരിഹാര കഴിവുകൾ പരീക്ഷിക്കുന്നു. വിർച്വൽ റിയാലിറ്റി ആർക്കേഡ്സ് നമ്മെ മറ്റു ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. സബ്സ്ക്രിപ്ഷൻ ബോക്സസ് വീട്ടിലെത്തുന്ന സർപ്രൈസായി ദിനചര്യയെ ആവേശകരമാക്കുന്നു. കോവർക്കിംഗ് സ്പേസുകളിൽ പോലും പിങ് പോങ് ടേബിൾസ്, സ്നാപ്പ് ബോർഡ്സ്, ക്രിയേറ്റീവ് ലോഞ്ചസ് എന്നിവയെല്ലാം ബോറടത്തെ മാറ്റുന്നതിനായി ഉപയോഗിക്കുന്നു. ഗെയിമിംഗ്, കാഷ്വൽ മൊബൈൽ പസിലുകൾ മുതൽ വലിയ മൾട്ടിപ്ലെയർ യൂണിവേഴ്സ് വരെ ബോറടിയെ മാറ്റുന്നതിനുള്ള ശക്തിയായ എതിരാളികളായി വരുന്നു. ഇന്നത്തെ ബോർഡം ബേസ്റ്റിംഗ് ബിസിനസ്സുകൾ ഡിജിറ്റലായിട്ടുള്ളതും ഫിസിക്കലായിട്ടുള്ള ലോകത്തെ ഒരുമിച്ച് കൊണ്ടുവന്നാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇന്ററാക്റ്റീവ് മ്യൂസിയംസ്, ഇമേഴ്സീവ് തിയേറ്റേഴ്സ്, ഗെയിമിഫൈഡ് ഫിറ്റ്നസ് ആപ്സ്, ഓൾ ദീസ് നമ്മളെ ഒരുമിച്ച് എൻഗേജ്ഡ് ആക്കുവാനായി ശ്രമിക്കുന്നു. സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലെ ലൈവ് സ്ട്രീമിംഗ്, മൈക്രോ എന്റർടൈൻമെന്റ് എന്നിവ പരീക്ഷിക്കുന്നതിലൂടെ ബോറടി മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. ഇന്നത്തെ കാലത്തുള്ള AI ഡ്രിവൺ ആയിട്ടുള്ള എക്സ്പീരിയൻസുകൾ വ്യക്തിഗത വിനോദം നൽകുന്നതിനായി ശ്രമിക്കുന്നു. ഇന്ന് ഈ ബോറടി മാറ്റുന്നതിനുള്ള പുതിയ പുതിയ അതിർത്തികൾ തേടിയുള്ള പരക്കം പാച്ചിലാണ്. അത് വിനോദത്തിന് വേണ്ടി മാത്രമല്ല, പഠനവും ബന്ധങ്ങളെയും ബന്ധിപ്പിക്കുന്നതിനുള്ള ലേണിംഗ് ആപ്പുകളായി മാറുന്നു. പ്ലാറ്റ്ഫോമുകൾ പുതിയ എഫേർട്ട്ലെസ് ആയി സോഷ്യൽ കണക്ഷൻസിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട് ഇത് നല്ലൊരു ബിസിനസ് ആവശ്യം അല്ലെങ്കിൽ ഒരു നല്ലൊരു ബിസിനസ് ഐഡിയ ആണെന്ന് ഞാൻ പറയുന്നു? ബോറടിക്കൽ അനിവാര്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ വിശ്വസനീയമാണ്. ഓരോ തലമുറയ്ക്കും, ഓരോ സംസ്കാരത്തിനും, ഓരോ വ്യക്തിക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ നേരിടേണ്ടതായി വരും. അതിനാൽ ബോറടി ഇല്ലാതാക്കുന്ന പരിഹാരങ്ങൾക്ക് ആവശ്യകത ഒരിക്കലും ഇല്ലാതാവുകയില്ല. ഈ മേഖലയിൽ പുതുമ കൊണ്ടുവരുന്ന ബിസിനസ്സുകൾ വിനോദം മാത്രമല്ല വിൽക്കുന്നത്, അവർ ആശ്വാസം, സന്തോഷം എല്ലാം കൊണ്ടുവരികയും അതെല്ലാം പ്രോഫിറ്റബിളായി മാറുകയും ചെയ്യും. അടുത്ത തവണ നിങ്ങൾക്ക് ബോറടിക്കുന്നതായി തോന്നുമ്പോൾ അത് ബോറടിയായി മാത്രം കാണാതെ അത് വ്യക്തിപരമായ ഒരു പോരാട്ടമല്ലെന്നും അത് ചരിത്രത്തിലെ ഏറ്റവും സൃഷ്ടിപരവും വിജയകരവുമായ ബിസിനസ്സുകൾക്ക് പിന്നിലെ ഒരു ഇന്ധനമാണെന്നും മനസ്സിലാക്കുക. ഭാവിയിൽ നിങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങുമ്പോൾ അത് നല്ലൊരു നവീകരണത്തിനുള്ള അല്ലെങ്കിൽ ബോറടിയെ മാറ്റുന്ന ഒരു ബിസിനസ് അവസരമായി മാറ്റാൻ പറ്റുമോ എന്ന് ചിന്തിക്കുക. എല്ലാവർക്കും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.